യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? അതെ, ശരത് ഭായിയുടെ ജന്മപ്രദേശമായ തമിഴ്നാട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവനിവിടെ പഞ്ചായത്തൊന്നുമല്ല, ഇവനിവിടെ നാട്ടുകൂട്ടമാണ്. നാട്ടുകൂട്ടം, പഞ്ചായത്തൊന്നും ഇല്ല. ഇവനോട് അച്ഛൻ പെരിയ കൂട്ടം കൊടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് അങ്ങനെ ശരത് ഭായിയുടെ നാട്ടിൽ. ശരത് ഭായിനെ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ. അത് കിട്ടണ്ടായിരുന്നു ആ സാധനം. മൈനെ നിന്നെ ഞങ്ങൾ കണ്ട്, നീ എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ഇങ്ങോട്ടേക്ക് വാ. ഹലോ ഹലോ, അങ്ങാടിയിലേക്ക് വരാൻ പറ. എടാ നിന്നെ ഞങ്ങൾ കണ്ട്, നീ ഞങ്ങളെ പാസ് ചെയ്താ പോയത്. തിരുവാതിര മിൽമ സ്റ്റോറിന്റെ അടുത്തുണ്ട്. മിൽമേന്റെ ഫ്രണ്ടിൽ നീ ഇപ്പൊ ജസ്റ്റ് പാസ് ചെയ്താൽ നീ വാ, എനിക്ക് അതേപോലെ വാ. അണ്ണേ என்ன சொல்லுங்க, இனி நமக்கு தமிழ் மட்டும் தான் பேசுங்க. அண்ணே என்ன அண்ணே, இங்க எல்லா ஏரியாவும் தமிழ் தான் இருக்கு. அண்ணே അതെ, പെരിയ കൗണ്ടർ. ചിന്ന കൗണ്ടർ. ഇങ്ങ നാട്ടുകാർ മൊത്തം ഇവനെ കണ്ടാ പേടിക്കും ഗൈസ്. അവിടുന്ന് ആടെ വഴി തീർന്ന് ഈ ദേശീയപാത തീരുന്നിടത്താ നിന്റെ വീട് നമ്മളറിഞ്ഞോ? ദേശീയപാത പോലും ഇല്ല. റോഡ് അവസാനിച്ചു. എങ്ങോട്ട്? അതെ ഗൈസ്, സാധാരണ നമ്മുടെ ഓട്ടോക്കാർക്കാണ് വഴി പറഞ്ഞു കൊടുക്കുക. ഇത് നേരെ തിരിച്ചാണ്. ഓട്ടോക്കാർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. വഴി തിരിച്ചു വിടുന്നു. ഓട്ടോക്കാരുടെ വഴി തിരിച്ചു വിടുന്ന ഇൻഫ്ലുവൻസ് ഉള്ള ബായ്. ബസ് സ്റ്റോപ്പിലാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. ബായ് ഒരു കില്ലാടി തന്നെ. ഗൂഗിൾ പേ എടുക്കൂല. ഗൂഗിൾ പേ ഇല്ലാത്ത ഗൂഗിൾ പേ എടുക്കത്തില്ല. ഗൂഗിൾ പേ പോലും എത്താത്ത നാട്ടിലാണ് ഗൈസ് ബായ് ജീവിക്കുന്നത്. അതെ, വണ്ടിയോടുള്ള സ്നേഹം മൂത്ത് ബായ് വണ്ടി മഴ കൊള്ളല്ലേ എന്ന് കരുതി വീണ്ടും വണ്ടിയെ പോയി ഓമനിക്കുന്ന ബായ്. അതെ ഗൈസ്, അതാ വരുന്ന ബായ്. ഗൂഗിൾ പേ പോലും എടുക്കാത്ത നാട്. എന്താണ് അവസ്ഥ? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ തമിഴ്നാടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമഭംഗി ആസ്വദിച്ചു പോവുകയാണ്. പോടോ, ഇത് കേരള. ഈ ഫുഡാണ്ടിയുടെ നാടാണ് തമിഴ്നാട്. അതെ, റോഡ് പോലും ഇല്ല, സ്റ്റേറ്റ് ഹൈവേ പോലും ഇല്ല. തമിഴ്നാട് കേരള കറക്റ്റ് ബോർഡറാണ്. മിക്സഡോ? നീ വണ്ടിയുടെ അപ്പുറം ചാടിയ ഓക്കെ. ഞങ്ങള് ഫ്രണ്ട് ഇരിക്കുന്നവര് തമിഴ്നാട്ടിൽ, ഓക്കെ. ഞാനിപ്പോ കേരളത്തിലേക്ക് പോയേ. ഓക്കെ, ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് വന്ന്. യെസ്, കോടയൊക്കെ കാണുന്നുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേര്? നെട്ട. യെസ്, നെട്ടയിലേക്ക് നമ്മൾ നെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നോക്കൂ ഗൈസ്, ദീപാവലി ബസ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഹോട്ടൽ അക്ഷയ പാത്രം. യെസ് ഗൈസ്, ഹോട്ടൽ ഭയങ്കര ക്യൂ ആണ്. ഉമ്മൽജി, ചോറ് കിട്ടുമോ? ചോറ് കിട്ടോ? ഓക്കെ, ചോറ് കിട്ടോ? അതാണ് ഞാൻ അളിയന്മാര് വന്നിട്ട് എനിക്ക് വാങ്ങിച്ചിടാൻ പറ്റില്ല. ഞാനായിട്ട് ബെസ്റ്റ്. കണ്ടില്ലേ ക്യൂ? കണ്ടില്ലേ? നല്ല ക്യൂ. അതിനെ ഞാൻ വിളിച്ച അളിയ, ഞാൻ വീട്ടിൽ പോകണം.
ചാനലിന് പേരുണ്ടോ? ഞങ്ങളെ കൂടെയുള്ള അളിയൻ ചിരി. ഇപ്പൊ ഞാനില്ല, 5 വർഷം കഴിഞ്ഞ വീഡിയോ ചാനൽ നെയിമൊന്നും ചോദിക്കില്ല. അങ്ങനെ നമുക്ക് അക്ഷയപാത്രത്തിൽ ഒരു ഷീറ്റ് കിട്ടിയിരിക്കുന്നു. നീണ്ട യുദ്ധത്തിന് ശേഷം ദാമുദ ഇവിടെ ഇരിക്കുന്നു. കൊണ്ടെത്തിച്ച് ഗൂഗിൾ മാപ്പ് ദാമുന് ഇവിടെ ഒരു വഴി പോലും അറിയില്ല ഗൈസ്. വെറുതെ ഇവൻ നാട്ടിൽ വരുന്ന കടന്നുറങ്ങുന്ന യുഎസ്ടിയിലേക്ക് പണിയെടുക്കാൻ വരുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തലക്കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വായിച്ചാൽ നീ ഇവിടെ നിൽക്കേണ്ടി വരും. വിളമ്പാനും ആശയരുമ്പോ ഞങ്ങളും പറയും ഇവ ഇവിടെ ബാബുന്റെ മനെ ആ കളിയാണ്. എവിടെയാണ് കട്ട? കുഴപ്പമില്ല. ഫ്രൈ മതി, ഫിഷ് ഫ്രൈ മതി. വില ചോദിച്ചു പെട്ടല്ല ഗൈസ്. തറവാട് വെക്കേണ്ടി വരുമോ? ജയിലോ? തലക്കറി അറ്റാക്ക് ചെയ്തു. ഇതെന്ത് മീനാ? മനസ്സിലായില്ലേ മാർക്കറ്റിംഗ്? അങ്ങനെയുണ്ട്, പണിയില്ല. ഇരിക്കറി നെട്ടിച്ച് കഴിപ്പിക്കുക. വേണോ? ആ ശരി, കഴിക്കും. ഇവിടെ എന്റെ മോനെ പിള്ളേരെ വേണ്ട പാവങ്ങളല്ലേ? വേണോ? വേണ്ട വേണ്ട. എന്നാ പാവങ്ങളാവണ്ടേ? ഇതിപ്പോ ഇവിടെ ആധാരം വെക്കേണ്ടി വരും കേട്ടോ. ഡിസ്കൗണ്ട് തരുമോ ലാസ്റ്റ്? കാവേരിയോ?
അവർക്ക് വേണ്ടെന്ന് ഞാൻ പോകുന്നു ഇറങ്ങി കോഴിക്കോട് കണ്ണൂര് കൊല്ലം അറിയാം നാല് വണ്ടി കാണും കൊല്ലംകോട് അമ്മേടെ വീട്ടിൻ്റെ ഇവിടെ എന്നെ തൊട്ട് മുമ്പ് കൊച്ചുവിനാണ്ട് മതി കഴിയടാ കഴിക്കുന്നെങ്കിൽ മതി കഴിയടാ കഴിയടാ നീ ഇന്ന് കഴിച്ചിട്ട് പോയാൽ മതി അണ്ടാവ് കേൾക്കാം. ഇവിടെ 4 പേര് 600, ഒരു തല 800, ഒരു വെള്ളം 820. ഇവിടെ എത്ര പേര്? 4 പേര് 600. ഫൈനടിക്കും 800 1800 820. ഒരു സാധനം പോയില്ലോ. ഇവിടെ 4 പേര് 4 പേര് ബില്ലും 3 പേര് ഇനി വേറെ മരിച്ചു കിടക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് കഴിച്ച് കഴിയാനായി. ഇവിടുത്തെ മീനൊക്കെ കൊന്നിട്ടേക്കുന്നു. ചിക്കനും മീനും ഞാനിവിടെ മീൻ കൊന്നു. കഴിച്ചില്ലെങ്കിൽ അമ്മച്ചി കിടന്ന് സീനാക്കും കൈസ്. ശരത്ഭായി പറഞ്ഞ പോലെ പേസ്റ്റ് ഇല്ലെങ്കിൽ അടുപ്പിയിരിക്കുന്ന പുള്ളി വെച്ച് കൂട്ടും. ആശയില ഇവിടെ പാത്രം കഴുകാൻ പാത്രം കഴുകിയാണ് നിർത്തിയിട്ട് ഞാൻ വിറ്റു പക്ഷെ വേർത്താണല്ലോ. ഒരുപാട് ഫ്രൈയും ചിക്കൻ ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ഫുൾ മന്തിന്റെ പൈസ നമുക്കായിരുന്നു അല്ലേ? യെസ് ഗൈസ്, വിമൽജി അങ്ങനെ കഴിച്ചു, സുരത്തേട്ടൻ കഴിച്ചു. പശു ആടൊക്കെ ചത്താണ്. പൊളി. ഒന്നും പറയില്ല. ഇതങ്ങനെ വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഹോട്ടൽ അക്ഷയ പാത്രം. യെസ്. അമ്മച്ചിയുടെ കട. അമ്മച്ചി ടെററാണ് ഒന്ന് സൂക്ഷിക്കുക. അതാണ് ഒന്ന് സൂക്ഷിക്കുക. 1500 അടിച്ചല്ലേ? 800. യെസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്നു. ഇതാണ് ക്യാഷ് കൗണ്ടർ. യെസ്, നമ്മുടെ ബില്ല് എത്രയാ? പേപ്പർ ഉണ്ടാവുള്ളൂ. റേഞ്ചില്ലേ? ഹായ്. 10,000 രൂപ ഫൈൻ ഇട്ടു. അപ്പോൾ ശരി, പോട്ടെ. താങ്ക് യു. പോട്ടെ. 1500 രൂപ അല്ല അടിച്ചിട്ട്. പൈസ കൂടുതൽ.
എന്താടാ നിനക്ക് ഗർഭയോ? പോട്ടെ. വലിയൊരു മനുഷ്യനാ മുതലേ പറയേ നിങ്ങൾ താങ്കൾ ഒരു വലിയ മനുഷ്യനാണ്. പിന്നെ അല്ല ഓർക്കും. താങ്കളൊരു വലിയ മനുഷ്യനാണ്. അപ്പൊ ശരി കാണാം. പേര് അത് പറയൂല, കണ്ടുപിടിക്കണം. എന്തെങ്കിലും യൂട്യൂബ് അങ്ങനെ ഈ വീഡിയോന്റെ തംബ്നെയിൽ നിങ്ങളെ ഫോട്ടോ കൊടുക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കാണും. ഇവന്റെ പേരാണ്. എന്താണ് പേര്? കളിയല്ല, സീരിയസ്. ഓക്കെ ശരി.